ഇപ്പോൾ നടനും എംഎൽഎയുമായ മുകേഷ് കൊല്ലത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ ശബ്ദ സംപ്രേഷണത്തിലേക്ക്. എനിക്കറിഞ്ഞൂടാ അതെങ്ങനെ അറിയും എൻ്റെ വിനോദ്, എങ്ങനെ അറിയും? ഞാൻ പറഞ്ഞ അയാള് നല്ലതുപോലെ വണ്ടി ഓടിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ വണ്ടി ഓടിക്കുന്ന സമയം മാത്രമേ ഞാൻ അയാളെ കാണുന്നുള്ളൂ. ഞാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ഡ്രൈവറെ കിട്ടാനുള്ള പ്രയാസം നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാൾ ഒരു ദിവസം അവിടെങ്കിൽ ഒരു ദിവസം ഇവിടെ. അപ്പോൾ അങ്ങനെ നല്ലതുപോലെ ഓടിക്കുന്ന രാത്രിയിൽ ഓടിക്കുന്ന ഒരാളിനെ കിട്ടിയപ്പോൾ ഞാൻ വെച്ചു. അയാളുടെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടിട്ടില്ല. അമ്മയുടെ യോഗത്തില് ഇത്രയും ഒരു സംഭവം ഒരു സ്വന്തം സഹപ്രവർത്തകയ്ക്ക് നേരെ ഉണ്ടായിട്ട് കാമാന്നൊരു അക്ഷരം ആ ചർച്ച ഉണ്ടായില്ല. അപ്പൊ ആ ചർച്ച ഉണ്ടാവാനത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് ശോഭിക്കുന്ന. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം ചോദിച്ചു. അതേ നമ്മൾ സാധാരണ ജനങ്ങൾ കാണുന്നത്, നമ്മൾ വെറുതെ കണ്ണടച്ചിരുട്ടാക്കണ്ട, സാധാരണ ജനങ്ങൾ കാണുന്നത് ലാസ്റ്റ് ഭാഗമാണ്. അത് ചോദിച്ചു. അപ്പം വനിതാ കൂട്ടായ്മ ഇത് എതിർത്തില്ലേ? അപ്പോൾ അതും മറുപടി പറഞ്ഞു. അപ്പം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് ചായ കുടിച്ചിട്ടേ പോകാവൂ, അവിടെ മുതലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾ ദിലീപിനെ എന്തിനാണ് ഒറ്റപ്പെടുത്തി പറഞ്ഞയക്കാത്തത് എന്താണെന്ന് ചോദിച്ചു. അയക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയക്കുമെങ്കിൽ ഇവിടെ നിൽക്കുമോ? വനിതാ കൂട്ടായ്മ ഇവിടെ വന്ന് അതിൻ്റെ നേതാവ് ശരിക്കും ഐക്യദാർഢ്യം നിങ്ങളെല്ലാവരും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിമിഷങ്ങളേ ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് അവരെതിർക്കുന്നത് എന്ന് ചോദിച്ചത് സത്യമാണ്. അത് അല്ല, എത്രയോ പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ്. അതിന് മറുപടി പറഞ്ഞതാണ്. അല്ല, അത് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നല്ല, ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും അനാവശ്യം എന്നുള്ളൊരു വാക്ക് അത് ഞാൻ പറഞ്ഞില്ലേ. ആ സമയത്ത് അങ്ങനെ ഉറക്കെ പറഞ്ഞത് എൻ്റെ ഒരു അപക്വമായിട്ടുള്ള ആ ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനകത്തിട്ട് വീണ്ടും ഇപ്പൊ മുകേഷേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ സർക്കാരിന്റെ ഭാഗമാണ്, ഈ ഗവൺമെന്റ്. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ അത്തരം ഒരു വേദിയിൽ ന്യായമായ ഒരു ചോദ്യം എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് നിരന്തരമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, ചോദിച്ചു. ഞാൻ നേരിട്ട് ചോദിക്കുന്നു. നേരിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അറിയിപ്പിക്കണം. അതെല്ലാം നമ്മൾ ഓരോ ദിവസവും പത്രത്തിൽ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. ഒരു ചോദ്യം ചെയ്ത ഒരു പ്രതി എന്ന് കണക്കുകൂട്ടപ്പെടുക, അല്ലെങ്കിൽ അയാളെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ടു, അദ്ദേഹം പ്രതിയല്ല എന്ന് ജനപ്രതിനിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമല്ല. പ്രതിയല്ല എന്ന് ആര് പറഞ്ഞു? നമസ്കാരം. അങ്ങനെ നിങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞു അത് തിരുത്തണം. ഞാൻ പ്രതിയല്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ തിരുത്തണം. പിന്നെ എന്തിനാണ് പറയുന്നത്? അത് എനിക്കറിയാം. അതൊന്നും പറയരുത്. അല്ല, ചോദ്യം ഇതാണ്. ഇത്രയും വലിയൊരു സംഭവം, കേരള മനസാക്ഷി നടക്കിയ ഒരു സംഭവം അമ്മ പോലൊരു താരസംഘടനയുടെ യോഗത്തിൽ ചർച്ചയായില്ല എന്ന് പറയുമ്പോൾ ആ ചോദ്യം എന്തുകൊണ്ട് ചർച്ചയായില്ല എന്ന് മാധ്യമ പ്രവർത്തകർ സ്വാഭാവികമായും ചോദിക്കും. അങ്ങനെ വരുമ്പോഴാണ് മുകേഷ് ഏട്ടന്റെ ആ മറുപടി ചർച്ചയായി. നമ്മൾ അവരുടെ കൂടെ ആണെന്ന് പറഞ്ഞു. ആ ഇരയുടെ കൂടെ ആണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ കേൾക്ക പറഞ്ഞു. അതങ്ങനെ ഒരു ആരോപണ വിധേയൻ, അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഞാനും ഷോക്കിലാണ്. അയാൾ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തതെന്ന് നമ്മൾ അറിയുന്നത്. ആ സമയത്ത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അന്നത്തെ യോഗത്തിൽ നിന്ന് മാറി നിൽക്കാനെങ്കിലും ആവശ്യപ്പെടാമായിരുന്നു. എങ്ങനെ ആവശ്യപ്പെടും? അയാൾ വന്നു പറയുന്നത് ഞാൻ നിരപരാധിയാണ്. അത് പറയണ്ട. ഞാൻ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, ട്രഷറർ അല്ല. എനിക്കങ്ങനെയൊന്നും പറയാനുള്ള അവകാശമില്ല. ചോദിക്കരുതെന്നല്ല, ആവർത്തിച്ച് ചോദിക്കരുത്. ചോദിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, അത് ചോദ്യം അവിടെ ഇരിക്കുന്ന എല്ലാവരോടുമാണ് ചോദിച്ചത്. ഇനിയും ആവർത്തിച്ച് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞു. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് എഴുന്നേറ്റു. വീണ്ടും അത് ചോദിക്കുന്ന അങ്ങനങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു നിമിഷം ഞാൻ അതെനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ അവരെടുത്ത് ചോദിക്കണം. അതെല്ലാം അവരെടുത്ത് ചോദിക്കണം. എനിക്ക് അറിഞ്ഞൂടാ. സാമാന്യ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് ദിലീപല്ല. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് ഇടതുപക്ഷ മുന്നണിയുടെ എംഎൽഎമാരായ
മുകേഷും ഗണേഷും MP ആയ ശ്രീനിവാസ മന്ത്രിയുമാണ്. ഈ 3 പേർ ഒന്നിച്ചിരുന്ന് അമ്മയുടെ യോഗത്തിൽ പറയുകയാണ് ഞങ്ങൾ ദിലീപിനൊപ്പം ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇരയോടും വേട്ടക്കാരോടും ഒരേ സമയം വേട്ടക്കാരനല്ല, ആരോപണ വിധേയൻ. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ അമ്മ കേൾക്കണം. അത് ഞാൻ വെറും ഒരു എക്സിക്യൂട്ടീവ് അംഗം മാത്രമാണ്. നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കണം. അപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. ഈ ഇരയാക്കപ്പെട്ട നടിക്കെതിരാണ് അങ്ങനെ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു നിലപാടാണെന്നുള്ള തോന്നലുണ്ടായല്ലോ. ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആരാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സഹോദരിയെ പോലെ കണക്കാക്കുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. അമ്മയുടെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ദിലീപ് ആ വേദിയിലുണ്ട്. നിങ്ങളെല്ലാം ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് ഇല്ല, അങ്ങനെ ഒരാളെ പിന്തുണച്ചിട്ടില്ല. ഒരാളെ മാത്രമായിട്ട് പിന്തുണച്ചിട്ടില്ല. ദിലീപ് എന്ന വേദിയിൽ ഇരിക്കുമ്പോൾ ദിലീപ് 13 മണിക്കൂർ താങ്കൾ ഉൾപ്പെടുത്ത സർക്കാരിന്റെ പോലീസിന്റെ ചോദ്യത്തിന് വിധേയനായിട്ട് വന്ന പ്രതിയെന്ന് സംശയിക്കുന്നവരാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ വേദിയിലെത്തിക്കൊണ്ട് അപ്പൊ പിന്നെ എന്നാൽ അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ തന്നെ ആരോപണ വിധേയരായിട്ടുള്ളവരാണ് ഈ രാജി വെച്ചിട്ടുള്ളതല്ല. അങ്ങനെയല്ല, രാജി വെക്കണമെന്ന് ഇത് ഇത്ര എനിക്ക് പറയാനുള്ളൂ, ഇത്ര പറയാനുള്ളൂ. ഇത് ഇനി വീണ്ടും അന്നത്തെ കണക്ക് തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സെയിം ചോദ്യം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.